ഹായ് ഫ്രണ്ട്സ്, ചക്രവാണീസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ എക്സാമൊക്കെ അടുത്തിരിക്കുമല്ലേ? അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്തൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ആശ്വാസം കിട്ടുന്ന രീതിയിൽ കെമിസ്ട്രിയിൽ ചോദിക്കാൻ പറ്റുന്ന ചില ടോപ്പിക്കുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കുകൾ ചോദിക്കുന്ന ഒരു പോർഷനാണ് സംയുക്തങ്ങൾ, കോമ്പൗണ്ടുകളാണ് അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്ന സംയുക്തമാണ് ജലം. ആദ്യം എല്ലാ PSC എക്സാമിനും ഒരു മാർക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ജലം. അപ്പോൾ നമുക്ക് ജലത്തിലേക്ക് പോകാം. സാധാരണ ജലത്തെ അറിയപ്പെടുന്ന പേരാണ് സാർവിക ലായകം. അതായത് LGS പോലുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പലവട്ടം ചോദിച്ചൊരു ചോദ്യമാണ്. സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് ജലം. ജലത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് പച്ച നീലസ്വർണം. അപ്പം ജലത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീലസ്വർണം. അപ്പം നീലസ്വർണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന്, ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് പെട്ടെന്ന് ഓടി വന്നു പച്ചസ്വർണം അല്ലേ? പച്ചസ്വർണം ചോദിച്ചാൽ വാനില. പച്ചസ്വർണം വാനില. അപ്പം നീലസ്വർണം എന്ന് പറഞ്ഞപ്പോൾ പച്ചസ്വർണം വാനില. അപ്പോൾ കറുത്ത സ്വർണം. കറുത്ത സ്വർണം ചോദിക്കുമ്പോൾ കുരുമുളക് കൽക്കരി. കറുത്ത സ്വർണം കുരുമുളക് കൽക്കരി. ദ്രാവക സ്വർണമാണ് ചോദിക്കുന്നെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ തേനാണ്. ദ്രാവക സ്വർണം പെട്രോൾ അല്ലെങ്കിൽ തേൻ. എന്നാൽ വെജിറ്റബിൾ ഗോൾഡ് ആണ് ചോദിക്കുന്നെങ്കിൽ വെജിറ്റബിൾ ഗോൾഡ് എന്ന് ചോദിച്ചാൽ കുങ്കുമപ്പൂവാണ്. വെജിറ്റബിൾ ഗോൾഡ് കുങ്കുമപ്പൂവാണ്. വെളുത്ത സ്വർണം എന്ന ലോഹം ചോദിച്ചാൽ, വെളുത്ത സ്വർണം എന്ന ലോഹമാണ് ചോദിക്കുന്നെങ്കിൽ പ്ലാറ്റിനം. വെളുത്ത സ്വർണം ലോഹം പ്ലാറ്റിനം. പ്ലാറ്റിനം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ലിറ്റിൽ സിൽവർ. ലിറ്റിൽ സിൽവർ. പ്ലാറ്റിനമാണ് ലിറ്റിൽ സിൽവർ. അപ്പൊ വെളുത്ത സ്വർണം എന്ന വിളയാണ് ചോദിക്കുന്നെങ്കിൽ കശുവണ്ടിയാണ്. വെളുത്ത സ്വർണം എന്ന വിള ചോദിച്ചാൽ കശുവണ്ടി. അപ്പം നമ്മൾ ജലത്തെപ്പറ്റി നീലസ്വർണം പഠിക്കുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഈ GK കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ചിലപ്പോൾ LGSനും LDക്കൊക്കെ കയറി ചോദിക്കാം. അപ്പം നമ്മൾ വീണ്ടും ജലത്തിലേക്ക് തന്നെ പോവുകയാണ്. ജലത്തിൻ്റെ രാസനാമം, കെമിക്കൽ നെയിം ചോദിച്ചാൽ ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ്. ജലത്തിൻ്റെ രാസനാമം ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ് എന്നാണ്. അംശബന്ധം 2:1. ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം, ജലത്തിൻ്റെ അംശബന്ധം ഫോർമുല നോക്കിയാൽ മതി, H2O 2:1. ഓക്കെ, ജലത്തിൻ്റെ ഉയർന്ന സാന്ദ്രത റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം ചോദിച്ച ഒരു LDയുടെ ചോദ്യമാണ്. ജലത്തിൻ്റെ ഉയർന്ന സാന്ദ്രത എത്ര? 4 ഡിഗ്രിയാണ്. എന്നാൽ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. pH മൂല്യം 7. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഓർക്കുക, 7ന് താഴോട്ട് വന്നാൽ <7 ആസിഡിൻ്റെ സ്വഭാവം കാണിക്കും. <7 7ന് മുകളിലോട്ട് വരികയാണെങ്കിൽ ബേസ് അല്ലെങ്കിൽ ആൽക്കരി. ഓക്കെ, അപ്പോൾ pH സ്കെയിൽ കണ്ടുപിടിച്ച ആളുടെ പേര് സോറൻസൺ. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അത് ഓർക്കുക, pH വാല്യൂവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. 7 വന്നാൽ ജലമായിരിക്കും, 7ന് താഴെ വന്നാൽ ആസിഡായിരിക്കും, 7ന് മുകളിൽ വന്നാൽ എന്താണ്? ബേസാണ്. ഇനി ജലത്തിൻ്റെ തിളനില, ബോയിലിംഗ് പോയിന്റ്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 373 കെൽവിൻ അല്ലെങ്കിൽ 212 ഫാരൻഹീറ്റ്. +2വിൻ്റെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച 2021 ചോദ്യമാണ്. ജലത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്ര ഫാരൻഹീറ്റ്? 212 ഫാരൻഹീറ്റ്. കെൽവിനിലാണെങ്കിൽ 373. ഇനി ഈ ജലം പഠിക്കുമ്പോൾ LGS എഴുതുന്നവർ പ്രഷർ കുക്കറിലെ ടെമ്പറേച്ചർ ഒന്ന് പഠിച്ചു നോക്കുക. പ്രഷർ കുക്കറിൽ ആഹാരം വേവുന്ന ഊഷ്മാവ് 120 ഡിഗ്രി. പ്രഷർ കുക്കർ 120 ഡിഗ്രിയാണ്. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ,
അപ്പം ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ്, അംശബന്ധം 2:1, ഉയർന്ന സാന്ദ്രത 4, pH മൂല്യം 7, ബോയിലിംഗ് പോയിന്റ് തിളനില 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 371 കെൽവിൻ അല്ലെങ്കിൽ 212 ഫാരൻഹീറ്റ്. ഓക്കെ, ഇനി ചില ജലം എടുത്തു നോക്കിയാൽ അതിനകത്ത് സോപ്പ് പതയത്തില്ല. ഓക്കെ, അപ്പൊ സോപ്പ് പതയാത്ത വെള്ളത്തെ വിളിക്കുന്ന പേര് കഠിന ജലം എന്ന് പറയും, ഹാർഡ് വാട്ടർ. ഓക്കെ, അപ്പൊ സോപ്പ് പതയാത്ത ജലം കഠിന ജലം. ഇത് പഠിക്കുമ്പോൾ സ്ഥിരം LPക്ക് വരെ, LDക്ക് LPക്ക് ഡിഗ്രിക്ക് വരെ ചോദിക്കുന്ന 2 പോയിന്റുകൾ ഇവിടെ കിടപ്പുണ്ട്. ജലത്തിൻ്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് കാണും, ജലത്തിൻ്റെ കാഠിന്യം 2 തരത്തിലാണ്. ഒന്ന് താൽക്കാലികം, ടെമ്പററി, മറ്റൊന്ന് സ്ഥിരം, പെർമനൻറ്റ്. അപ്പം ജലത്തിൻ്റെ കാഠിന്യം 2 തരത്തിലുണ്ട്, താൽക്കാലികമായ കാഠിന്യവും സ്ഥിരമായിട്ടുള്ള കാഠിന്യവും. ഓക്കെ, അപ്പൊ ജലത്തിന്റെ താൽക്കാലികമായ കാഠിന്യമാണ് ചോദിക്കുന്നതെങ്കിൽ എന്തിൻ്റെ സാന്നിധ്യം എന്ന് ചോദിച്ചാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. നല്ല ഒരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോ. ജലത്തിൻ്റെ താൽക്കാലികമായ കാഠിന്യത്തിന് കാരണം ഓപ്ഷനകത്ത് കാണും കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ. എന്നാൽ സ്ഥിരമായ കാഠിന്യം, പെർമനന്റ് സ്ഥിരമായ കാഠിന്യമാണ് ചോദിക്കുന്നതെങ്കിൽ ക്ലോറൈഡുകളും സൾഫൈഡ്സുമാണ്. ജലത്തിൻ്റെ സ്ഥിരമായ കാഠിന്യം ചോദിച്ചാൽ ക്ലോറൈഡുകളും സൾഫൈഡുകളും ആയിരിക്കും. ക്ലിയറായ? അപ്പോൾ ഈ 2 പോയിന്റുകൾ ക്ലിയർ ആക്കുക. സോപ്പ് പതയാത്ത ജലം കഠിനജലം, ഹാർഡ് വാട്ടർ എന്ന് പറയും. ജലത്തിൻ്റെ കാഠിന്യം 2 തരത്തിലുണ്ട്, താൽക്കാലികമായിട്ട് വരുന്ന കാഠിന്യവും സ്ഥിരമായിട്ട് വരുന്ന കാഠിന്യവും. അപ്പോൾ താൽക്കാലികമായ കാഠിന്യം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും, സ്ഥിരമായിട്ട് വരുന്ന കാഠിന്യം ക്ലോറൈഡുകളും സൾഫൈഡുകളുമാണ്. അപ്പോൾ ഈ സോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യവും PSC LDക്ക് ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ കുളിക്കുന്ന സോപ്പ്. ഇതാണ് കഴിഞ്ഞ LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. കുളിക്കുന്ന സോപ്പിൽ കാണപ്പെടുന്ന ആൽക്കലി അല്ലെങ്കിൽ ലവണം ഏത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ LDയുടെ ചോദ്യം. കുളിക്കുന്ന സോപ്പ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയും. കാസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കഴിഞ്ഞ വർഷത്തെ LDക്ക് ചോദിച്ച മെയിൻ പരീക്ഷയുടെ ചോദ്യമാണ്. കുളിക്കുന്ന സോപ്പ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ കഴുകുന്ന സോപ്പാണ് ചോദിക്കുന്നതെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. കഴുകുന്ന സോപ്പ് സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്നാൽ സോപ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ, സോപ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം, സോപ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ ഹോട്ട് പ്രക്രിയ എന്ന് പറയും, ഹോട്ട് പ്രോസസ്സ്. ഇതധികം ചോദിച്ചിട്ടില്ലാത്ത ചോദ്യമാണ്. കഴിഞ്ഞ വർഷം സോപ്പ് ചോദിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. സോപ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഹോട്ട് പ്രോസസ്സ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം വന്നു, സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ സാഫോണിഫിക്കേഷൻ. വ്യത്യാസം കണ്ട? സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ സാഫോണിഫിക്കേഷൻ, സോപ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഹോട്ട് പ്രക്രിയ. അപ്പൊ സോപ്പിൽ നിന്ന് ഗ്ലിസറിൻ മാറ്റുന്ന പ്രക്രിയ, സോപ്പ് നിർമ്മിക്കുമ്പോൾ അതിൽ നിന്ന് ഗ്ലിസറിൻ മാറ്റുന്ന പ്രക്രിയ സാൾട്ടിങ് ഔട്ട് എന്ന് പറയും. സാൾട്ടിങ് ഔട്ട്. 3 ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്നത് ഹോട്ട് പ്രക്രിയ, സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയ സാഫോണിഫിക്കേഷൻ, സോപ്പിൽ നിന്ന് ഗ്ലിസറിൻ മാറ്റുന്ന പ്രക്രിയ ഹോട്ട് പ്രക്രിയ. അപ്പോൾ LGSകാരൊന്ന് ശ്രദ്ധിക്കുക, സോപ്പിന്റെ ക്വാളിറ്റി അറിയുന്ന ട്രേഡ് മാർക്ക് ഇത് LGSന് ചോദിക്കാം. TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോപ്പുമായിട്ട്. അപ്പൊ അഗ് മാർക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ടു എന്ന്, ഭക്ഷ്യോൽപാദനം ബന്ധപ്പെട്ട് വരുന്നതാണ് അഗ് മാർക്ക്. ഇത് TFM എന്ന് പറയും. ഓക്കെ, അപ്പൊ സോപ്പ് പതയാത്ത ജലം കഠിന ജലമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നടന്ന ഖാദി ബോർഡിന്റെ LDക്ക് ചോദിച്ച ചോദ്യം ഖനജലം എന്നാണ് ചോദിച്ചത്. ഖനജലം, ഹെവി വാട്ടർ.
ഹെവി വാട്ടർ. അപ്പം ഖനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഈ ഫോർമുലയാണ് ചോദിച്ചത്. D2O, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഖനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയും. ഖനജലം. അപ്പോൾ സോപ്പ് പതയാത്ത ജലം കഠിനജലവും, അപ്പൊ ഖനജലം D2O. ഓക്കെ അല്ലേ? ശരി. ഇനി നമുക്ക് ജലത്തിന്റെ ഘടകങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ജലത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ജലം ഉണ്ടായിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനുമാണ്. രണ്ടും ഇന്ധനങ്ങളാണ്. ഇന്ധനം എന്ന് പറഞ്ഞാൽ അറിയാലോ, കത്തുവാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇന്ധനം, ജ്വലിക്കുന്ന പദാർത്ഥം. അപ്പൊ ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകം. സ്വയം കത്തുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് കത്തുന്നതെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാം, ഒരു സ്ഫോടനം, ഒരു ശബ്ദം. അപ്പോൾ ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഒരു പ്രാവശ്യം LDക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ധനമായിട്ട് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നില്ല, കാരണം എന്ത്? അത് സ്ഫോടനത്തോടെ കത്തും അല്ലേ? അപ്പോൾ സ്വയം കത്തുന്നത് ഹൈഡ്രജൻ. അപ്പോൾ നിയന്ത്രിക്കുന്ന വാതകം ചോദിച്ചാൽ, സ്വയം കത്തുന്ന ഹൈഡ്രജൻ ആണെങ്കിൽ കത്തുവാൻ സഹായിക്കുന്നത് ചോദിച്ചാൽ ഓക്സിജൻ. ക്ലിയർ ആയ? കത്തുവാൻ സഹായിക്കുന്ന ഓക്സിജൻ. അപ്പം ജലത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. കത്തുവാൻ സഹായിക്കുന്നത് ഏതാ? കത്തുവാൻ സഹായിക്കുന്നത് ഓക്സിജൻ, സ്വയം കത്തുന്നത് ഹൈഡ്രജൻ. അപ്പം രണ്ടുപേരും ഇന്ധനങ്ങളാണ്. ഇതിൽ ഹൈഡ്രജനാണ് കഴിഞ്ഞ LDക്ക് ചോദിച്ചത്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. കഴിഞ്ഞ വർഷത്തെ ചോദ്യം. അപ്പോൾ ഈ വർഷത്തെ ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ. കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. സ്വയം കത്തുന്നതാണ് ഹൈഡ്രജൻ. കത്തുവാൻ സഹായിക്കുന്ന ഓക്സിജൻ. കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റിലി. ഓക്കെ. അപ്പം ജലത്തിൻ്റെ ഘടകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ സ്വയം കത്തുന്നു, ഓക്സിജൻ കത്തുവാൻ സഹായിക്കുന്നു. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ. കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്റ്റിലി. ഓക്സിജൻ കണ്ടുപിടിച്ചു. ഇനി ഹൈഡ്രജനും ഓക്സിജന്റെ ദ്രവരൂപം, ലിക്വിഡ് ഫോം. അതായത് ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനുമാണ് റോക്കറ്റിനകത്ത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം, റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതെല്ലാം? ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും. അപ്പൊ റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾക്ക് പ്രത്യേകം ഒരു പേര് തന്നെയുണ്ട്, പ്രൊപ്പലൈൻസ്. അപ്പൊ റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പലൈൻസ് എന്ന് പറയും. റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രൊപ്പലൈൻസ് ആണ്. ഇനി കഴിഞ്ഞ വർഷം +2 പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം, ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്. കഴിഞ്ഞ വർഷത്തെ +2 ചോദിച്ച ഒരു ചോദ്യമാണ്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഫ്യൂവൽ സെല്ല് എന്ന് പറയും. നല്ലൊരു ചോദ്യമാണ്. ഫ്യൂവൽ സെൽ. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഫ്യൂവൽ സെല്ല് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയാലേ? ശരി. ഇനി നമുക്ക് അടുത്ത വീണ്ടും ജലത്തിലേക്കൊന്ന് പോവുകയാണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. എല്ലാ LD പരീക്ഷയ്ക്കും 1 മാർക്ക് ചോദിക്കുന്ന വൈറ്റമിനിൽ ചോദിക്കുന്ന രോഗങ്ങളാണ്. അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ബിയും സിയും. ഇത് രണ്ടും ജലത്തിൽ ലയിക്കുന്നത്. ബാക്കിയുള്ള വൈറ്റമിനുകളായ A, D, E, K കൊഴുപ്പിൽ ലയിക്കുന്നു. ഓക്കെ. അപ്പം ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയും, കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK. അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും വൈറ്റമിൻ്റെ രോഗങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് ഒന്ന് ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. 1 മാർക്ക് 100% ചോദിക്കുന്നതാണ്. നമ്മൾ പരിചയപ്പെടാം. ബി കുറയുന്ന രോഗം, വൈറ്റമിൻ ബി കുറയുന്ന രോഗമാണ് ബെറി എന്ന് പറയും. വൈറ്റമിൻ ബി കുറയുന്ന രോഗം ബെറി. ഡിഗ്രി പോലുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ ഇതിൻ്റെ സബ് ഡിവിഷൻ B1, B2, B12 ഒക്കെ പഠിച്ചു വെച്ചോണം. ഇതിപ്പോൾ നമ്മൾ LD നിലവാരത്തിലുള്ള കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പം ബി കുറയുന്ന രോഗം ബെറി. സി കുറയുന്ന രോഗം സ്കർവി എന്ന് പറയും. ഓക്കെ. അപ്പം സി കുറയുന്ന രോഗം സ്കർവി. അപ്പം ഈ 2 വൈറ്റമിനുകൾ ജലത്തിൽ ലയിക്കുന്നു.
ഇനി ബാക്കി കൊഴുപ്പിലേക്ക് എന്ന് പരിചയപ്പെടാം. എ കുറയുന്ന രോഗമാണ് നിശാന്തത. പല പ്രാവശ്യം PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നെസ്, റോപ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഡി കുറയുന്ന രോഗം റിക്കറ്റ്സ്, കണ എന്ന് പറയും. റിക്കറ്റ്സ്, കണ. ഈ കുറയുന്ന രോഗം വന്ധ്യത, സ്റ്റെറിലിറ്റി. ഈ കുറയുന്ന രോഗം വന്ധ്യത, സ്റ്റെറിലിറ്റി. കെ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹീമോഫീലിയ, രാജകീയ രോഗം ഹീമോഫീലിയ. ഓക്കെ, അപ്പൊ ഹീമോഫീലിയ. അപ്പൊ 6 വൈറ്റമിൻ മൊത്തം പഠിച്ചു വെക്കുക. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ബിയും സിയും, രോഗങ്ങൾ ഓർമ്മ വരിക. ബെറിബെറി, സ്കർവി. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ A, D, E, K. അതിൽ A നിശാന്തത, D റിക്കറ്റ്സ്, E വന്ധ്യത, K ഹീമോഫീലിയ. ഈ വൈറ്റമിൻ കഴിഞ്ഞ വർഷത്തെ LDയുടെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ കേൾക്കണോ? ഈ രോഗം ചോദിച്ചത് വേറെ രീതിയിലാണ്. അന്നത്തെ ചോദ്യം ഞാൻ ഒന്നിവിടെ എഴുതാം. ഒറ്റപ്പെട്ടത് ഏത്? ഇതാണ് അന്നത്തെ PSCയുടെ ചോദ്യം. ഒറ്റപ്പെട്ടത് ഏത്? ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി ആണോ, ഒന്നും അറിയാനില്ല. എന്തോ ഓപ്ഷൻ പറഞ്ഞാൽ ADCK. ഇതാണ് ചോദിച്ചത്, ADCK. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, ഒറ്റപ്പെട്ടത് ADCK. അപ്പം നിങ്ങൾ പഠിച്ച് മനസ്സിലേക്ക് വരുന്നു ADK കൊഴുപ്പ്. അപ്പോൾ ഒറ്റപ്പെട്ടത് ആരാ? സി. അപ്പോൾ ഒറ്റപ്പെട്ട അതിനകത്ത് വന്ന ഏതാണ്? സി ആണ്. അപ്പോൾ വൈറ്റമിനിലേക്ക് പോവുക. ക്ലിയർ ആയ? അപ്പോൾ ജലം പഠിക്കുമ്പോൾ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ രോഗങ്ങളാണ് ഞാനൊന്ന് പറഞ്ഞത്. അപ്പോൾ 1 മാർക്ക് ചോദിക്കുന്നത് വൈറ്റമിനുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗം. ഇനി ഒരു 3 റൗണ്ട് രോഗങ്ങളും കൂടെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരിക. ആദ്യം ലോഹങ്ങൾ, മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗം. അതിലൊന്ന് അലൂമിനിയം. അലൂമിനിയം എന്ന ലോഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗമാണ് അൽഷിമേഴ്സ്. പഠിക്കുക, അൽഷിമേഴ്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നു, അൽഷിമേഴ്സ് എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള ലോഹം അലൂമിനിയം. ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, LDക്ക് ചോദിച്ചത്, കൊല്ലത്താണ് ചോദിച്ചത്, കാഡ്മിയം. കാഡ്മിയം എന്ന് പറയുന്ന ലോഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗമാണ് ഈദായ്. കാഡ്മിയം ഈദായ് എന്ന് പറയും. അടുത്തത് മെർക്കുറി, മീനമാദ, മാർജാര നൃത്തം എന്നൊക്കെ പറയും. മീനമാദ, മാർജാര നൃത്തം, മീനമാദ. അടുത്തത് ലെഡ്, പ്ലംബിസം. ലെഡ് പ്ലംബിസം എന്നൂടെ പറയാം. അലൂമിനിയം, അൽഷിമേഴ്സ്, കാഡ്മിയം, ഇതായ്, മെർക്കുറി, മീനമാദ, ലെഡ്, പ്ലംബിസം. സാധാരണ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗം പഠിച്ചു വെച്ചോണം. അപ്പം നമ്മൾ വൈറ്റമിൻ്റെ രോഗം പറഞ്ഞു, ലോഹങ്ങളുടെ രോഗം പറഞ്ഞു. ഇനി നമ്മൾ സൂക്ഷ്മാണുക്കളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട രോഗാണുക്കളൊന്ന് പറയുകയാണ്. ആദ്യം നിങ്ങൾ പഠിച്ചുകൊണ്ട് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ഇഷ്ടംപോലെ അസുഖങ്ങളുണ്ട്. പ്രധാനമായി നോക്കി വെക്കേണ്ടത്, ഞാൻ ഈ തരുന്ന പഠിച്ചിട്ട് അതേ കണക്ക് കണക്ട് ചെയ്ത് പഠിച്ചോണം. ബാക്കിയെ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന 3 രോഗങ്ങളാണ്. 1 ക്ഷയം, 2 കോളറ, 3 കുഷ്ഠം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാണുക്കളുടെ പേരുകളാണ്. ക്ഷയം ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ പേരാണ് ട്യൂബർക്കിൾ ബാസിലസ്. TB എന്ന് പറയും. TB ട്യൂബർക്കിൾ ബാസിലസ്. കോളറയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വിബ്രിയോ കോളറൈ. കുഷ്ഠവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രൈ എന്ന് പറയും. മൈക്രോ ബാക്ടീരിയം ലെപ്രൈ പഠിച്ചു വെച്ചോണം കേട്ടോ. കഴിഞ്ഞ വർഷവും കോളറ ചോദിച്ചായിരുന്നു. ORS ലൈനിയാണ് ചോദിച്ചത്. ഇപ്പം ഏറ്റവും സംസാര സാധാരണ കണ്ടുവരുന്ന രോഗങ്ങൾ ഒന്നാണ് കോളറ. പഠിച്ചു വെച്ചോണം. അപ്പോൾ ബാക്ടീരിയ വഴിയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, കോളറ, കുഷ്ഠം. ബാക്കി രോഗങ്ങൾ നോക്കിക്കോണം. ഞാൻ ചെറിയ ഹിൻഡ് മാത്രമേ തരുന്നോളെ. അപ്പോൾ ബാക്ടീരിയ, ക്ഷയം, കോളറ, കുഷ്ഠം. അത് കണക്കിന് വൈറസുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രധാനപ്പെട്ട രോഗങ്ങൾ ഒന്ന് സാഴ്സ് ആണ്, മറ്റൊന്ന് എയ്ഡ്സ്. ഓക്കെ, ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്. അരിമ്പാറ അങ്ങനെയൊക്കെ ഉണ്ട് വൈറസ്. പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഇത് 2 രോഗങ്ങൾ അഥവാ ചോദിച്ചില്ല എങ്കിൽ ഇത് കണ്ടുപിടിച്ച ആളുടെ പേരുകളാണ്.
ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആന്റവാൻ ലിവൻഹുക്ക്. ആന്റവാൻ ലിവൻഹുക്ക് പഠിച്ചു വെച്ചോണേ. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആന്റവാൻ ലിവൻഹുക്ക്. വൈറസ് കണ്ടുപിടിച്ചത് ദിമിത്രി ഇവാനോസ്കി. വൈറസ് കണ്ടുപിടിച്ചത് ദിമിത്രി ഇവാനോസ്കി. ബാക്ടീരിയ ആന്റവാൻ ലിവൻഹുക്ക്. വൈറസ് കണ്ടുപിടിച്ചത് ദിമിത്രി ഇവാനോസ്കി. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ രോഗാണുക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ ആണ്. രോഗാണുക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ നിങ്ങൾ ബാക്ടീരിയ, വൈറസ് പറഞ്ഞു അല്ലേ. ഇനി പ്രധാനമായി ബാക്ടീരിയ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ചില ടേംസുകൾ പറയുകയാണ്. ഇപ്പം ഞാൻ ലാബിന് വരെ ചോദിച്ചതാണ് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഷേപ്പ്. ബാക്ടീരിയ 4 തരത്തിലുണ്ട്. ഗോളാകൃതി, സ്പിറിക്കൽ. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയ കോക്കസ് എന്ന് പറയും. ഗോളാകൃതി കോക്കസ്, കോക്കസ്, കോക്കസ്. ഇപ്പൊ ലാബിന് കയറി ചോദിച്ചതാണ് ദണ്ഡാകൃതി, റോഡ് ഷേപ്പ്. ദണ്ഡാകൃതിയാണെങ്കിൽ ബാസിലസ് എന്ന് പറയും. ദണ്ഡാകൃതി ബാസിലസ്, ബാസിലസ്. ദെൻ കോമ ഷേപ്പ് വിബ്രിയോ, കോമ ഷേപ്പ് വിബ്രിയോ. ദെൻ സ്പ്രിങ്ങിൻ്റെ ഷേപ്പ് സ്പൈറില്ലം, സ്പൈറില്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഗോളാകൃതിയാണെങ്കിൽ കോക്കസ്, ദണ്ഡാകൃതിയാണെങ്കിൽ ബാസിലസ്, കോമയുടെ ആകൃതിയാണെങ്കിൽ ബിബ്രിയോ, സ്പ്രിങ്ങിൻ്റെ ആകൃതിയാണെങ്കിൽ സ്പൈറില്ലം. അപ്പം ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ഷേപ്പ്. കാരണം ഇപ്പം ദണ്ഡാകൃതി കയറി ചോദിച്ചു. അപ്പം ബാക്ടീരിയ 4 ആകൃതിയിലാണുള്ളത്. ഗോളാകൃതിയിലാണെങ്കിൽ കോക്കസ്, ദണ്ഡാകൃതിയിലാണെങ്കിൽ ബാസിലസ്, കോമയുടെ ആകൃതിയാണെങ്കിൽ ബിബ്രിയോ, സ്പ്രിങ്ങിൻ്റെ ആകൃതിയാണെങ്കിൽ സ്പൈറില്ലം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചോണം. ബാക്ടീരിയയും വൈറസും വഴി രോഗം. പിന്നെ പഠിക്കേണ്ട ഒന്ന് നോക്കി വെക്കേണ്ട രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോസോവയാണ്. ഇതാണ് കഴിഞ്ഞ LD-യുടെ മെയിൻ പരീക്ഷയ്ക്ക് ഇതിൽ നിന്നാണ് ചോദ്യം വന്നത്. ഏകകോശ ജീവി എന്ന് പറയുന്നതാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ വഴിയുണ്ട രോഗങ്ങൾ. അത് 3 രോഗങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നോക്കി വെക്കുക. ഒന്ന് കഴിഞ്ഞ LD-ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ മലേറിയയാണ്. ഇതാണ് കഴിഞ്ഞ LD-യുടെ ചോദ്യം. മലേറിയയ്ക്ക് പറഞ്ഞു വരാം മലമ്പനി എന്നും പറയും. ഓക്കെ, അപ്പോൾ അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണോ, മലേറിയ രോഗാണു ഏത്? ഓപ്ഷനകത്ത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവയാണ് ചോദിച്ചത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? പ്രോട്ടോസോവയാണ് മലേറിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവിൻ്റെ പേരാണ് പ്ലാസ്മോഡിയം, പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന്. വൈവാക്സ് എന്നോ വിവാക്സ് എന്നോ പ്രൊണൗൺസിയേഷൻ ചെയ്യാം കേട്ടോ. അപ്പം പ്ലാസ്മോഡിയം വൈവാക്സ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മലേറിയ രോഗാണ്. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് റൊണാൾഡ് റോസ്. റൊണാൾഡ് റോസ്. അപ്പം കഴിഞ്ഞ വർഷം മലേറിയ രോഗാണു ചോദിച്ചത് കൊണ്ട് ഈ പ്രാവശ്യം മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാം ആ രോഗാണുവിനെ കണ്ടെത്തിയത് ആര്? മലേറിയ രോഗാണു കണ്ടെത്തിയത് റൊണാൾഡ് റോസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അങ്ങനെയാണെങ്കിൽ വയറുകടി അഥവാ ഡിസെൻറ്ററി, വയറുകടി എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസെൻറ്ററി. അപ്പോൾ വയറുകടി അഥവാ ഡിസെൻറ്ററി ഉണ്ടാക്കുന്ന രോഗാണു, വയറുകടി അഥവാ ഡിസെൻറ്ററി ഉണ്ടാക്കുന്ന പ്രോട്ടോസോവയുടെ പേര് എൻറ്റമീബ. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻറ്റമീബ ഹിസ്റ്റോളിറ്റി. മറന്നു പോയിരിക്കുക, എൻറ്റമീബ ഓർക്കോ, എൻറ്റമീബ, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. അപ്പോൾ പ്രോട്ടോസോവ ഉണ്ടാക്കുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി, മറ്റൊന്ന് വയറുകടി അഥവാ ഡിസെൻറ്ററി. ഓക്കെ, പിന്നെ ചോദിക്കാൻ പറ്റിയ രോഗങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് പാരമ്പര്യ രോഗങ്ങൾ ചോദിക്കാം, തൊഴിൽജന്യ രോഗങ്ങൾ ചോദിക്കാം, ലൈംഗിക രോഗം. ഇങ്ങനെയാണ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ ഒരു ഹിൻ്റാണ് നമ്മൾ തരുന്നത്. ഓക്കെ, ആദ്യം തൊഴിൽജന്യ രോഗങ്ങൾ. ഏതെങ്കിലും 2 തൊഴിൽജന്യ രോഗങ്ങൾ ചോദിച്ചാൽ ഒന്ന് സിലിക്കോസിസ്. മണലിക്കരിക്കത്തില്ലേ, സിലിക്കോസിസ്. തൊഴിൽജന്യ രോഗങ്ങൾ സിലിക്കോസിസ്. മറ്റൊന്ന് ആസ്പെറ്റോസിസ്. ആസ്പെറ്റോസിസ്, ആസ്പെറ്റോസിസ്. ഓക്കെ, അപ്പോൾ 2 തൊഴിൽജന്യ രോഗങ്ങൾ സിലിക്കോസിസ്, ആസ്പെറ്റോസിസ്, ആസ്പെറ്റോസിസ്. എന്നാൽ പാരമ്പര്യ രോഗങ്ങളാണ് ചോദിക്കുന്നെങ്കിൽ, പാരമ്പര്യ രോഗങ്ങളാണ് ചോദിക്കുന്നെങ്കിൽ ഹെറിഡിറ്ററി ഡിസീസ് പാരമ്പര്യ രോഗം ചോദിച്ചാൽ ഒന്ന് ഹീമോഫീലിയ. ഹീമോഫീലിയ.
മറ്റൊന്ന് സിക്കിൾ സെല്ല് അനീമിയ. സിക്കിൾ സെല്ല് അനീമിയ. സിക്കിൾ സെല്ല് അനീമിയ. അപ്പോൾ തൊഴിൽജന്യ രോഗം സിലിക്കോസിസ് ആസ്പെറ്റോസിസ്, പാരമ്പര്യ രോഗം ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ദെൻ ലൈംഗിക രോഗങ്ങൾ, സെക്ഷൽ ഡിസീസ്, ലൈംഗിക രോഗങ്ങൾ കയറി ചോദിച്ചാൽ എന്തുവാണ്? ഗൊണോറിസിസ്, ഗോണോറിസിസ്. മറ്റൊന്ന് സിഫിലിസ്. ഗൊണോറിസിസ്, സിഫിലിസ്. ഗൊണോറിസിസ്, സിഫിലിസ്. ഗൊണോറിസിസ്, സിഫിലിസ്. ഓക്കെ. അപ്പോൾ ആ രോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും അസുഖങ്ങളൊന്ന് നോക്കി വെക്കുക. ബാക്കി നമ്മൾ ശരീരവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം വരുമ്പോൾ അതിനകത്ത് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട സംയുക്തം എന്ന് പറയുന്നത് ജലം ആണ്. അപ്പോൾ ജലത്തിനെ പറ്റി ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ മുമ്പ് നടത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സിനകത്ത് ജലത്തിൻ്റെ മോളിക്കുലർ മാസ്, അറ്റോമിക ഭാരം, അതൊക്കെ ആറ്റങ്ങളുടെ എണ്ണമൊക്കെ കണ്ടുപിടിക്കുന്ന പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നോക്കിക്കോണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംയുക്തം എന്ന് പറയുന്നത് അമോണിയയാണ്. അമോണിയ. നെക്സ്റ്റ് സംയുക്തത്തിൻ്റെ പേരാണ് അമോണിയ. അമോണിയ. അമോണിയ ഫോർമുല NH3 ആണ്. അമോണിയം NH4, അമോണിയ NH3. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ എഴുതി നോക്കാം. നമ്മൾ പഠിച്ചതാണല്ലേ. നൈട്രജൻ 1 എണ്ണമുണ്ട്, ഹൈഡ്രജൻ 3 എണ്ണമുണ്ട്. മൊത്തം ആറ്റങ്ങളുടെ എണ്ണം 4 ആണ്. അപ്പോൾ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ, അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രക്രിയ എന്ന് പറയും. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഹേബർ പ്രക്രിയ വഴി അമോണിയ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൾപ്രേരകം കാറ്റലിസ്റ്റ്. എല്ലാ LD-യുടെ പരീക്ഷയ്ക്കും കാറ്റലിസ്റ്റിന് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അമോണിയ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ചോദിച്ചാൽ സ്പോഞ്ചി അയൺ. സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പാണ് സ്പോഞ്ചി അയൺ. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം വരുന്നു, എന്താണ് ഉൾപ്രേരകം? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്തുന്ന പദാർത്ഥം. വ്യത്യാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും. ക്ലിയറായ? ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാറ്റലിസ്റ്റ്. അപ്പോൾ രാസപ്രവർത്തനം വേഗത കൂട്ടുന്നെങ്കിൽ ആ ഉൾപ്രേരകത്തെ വിളിക്കുന്ന പേര് ധന ഉൾപ്രേരകം എന്ന് പറയും. പോസിറ്റീവ് കാറ്റലിസ്റ്റ്. രാസപ്രവർത്തന വേഗത കൂട്ടുന്നത് ധന ഉൾപ്രേരകം, പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നത് ഋണ ഉൾപ്രേരകം, നെഗറ്റീവ് കാറ്റലിസ്റ്റ്. രാസപ്രവർത്തന വേഗത കൂട്ടുന്നത് പോസിറ്റീവ് കാറ്റലിസ്റ്റ്, രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നത് ഋണ ഉൾപ്രേരകം. അപ്പം നിങ്ങൾ ഉൾപ്രേരകം പഠിക്കുന്ന എക്സാമ്പിളുകൾ പഠിക്കുമ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ അമോണിയ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൾപ്രേരകത്തിൻ്റെ പേര് സ്പോഞ്ചി അയൺ. ഇനി കഴിഞ്ഞ വർഷത്തെ LD-ക്ക് കയറി ചോദിച്ച ക്വസ്റ്റ്യൻ, ഉൾപ്രേരകത്തിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ, സമ്പർക്ക പ്രക്രിയ വഴി സൾഫ്യൂരിക് ആസിഡ്, കോണ്ടാക്ട് പ്രോസസ്, സൾഫ്യൂരിക് ആസിഡ്, സമ്പർക്ക പ്രക്രിയ വഴി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകത്തിൻ്റെ പേര് വനേഡിയം പെന്റോക്സൈഡ്. കഴിഞ്ഞ LD-യുടെ ചോദ്യമാണ്. സൾഫ്യൂരിക് ആസിഡ്, സമ്പർക്ക പ്രക്രിയ, കോണ്ടാക്ട് പ്രോസസ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകത്തിൻ്റെ പേര് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ്. മനസ്സിലാകുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഓസ്റ്റുവാൾഡ് പ്രക്രിയ വഴി നൈട്രിക് ആസിഡ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം പ്ലാറ്റിനമാണ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം പ്ലാറ്റിനമാണ്. അടുത്ത നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത പറയുന്ന കാറ്റലിസ്റ്റ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, വനസ്പതി, ഡാൽഡ എന്ന് പറയും. ഈ വനസ്പതി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകത്തിൻ്റെ പേര് നിക്കലാണ്. നിക്കൽ. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരു സംശയം വന്ന് കാണും, ഏതാണ്? ഹൈഡ്രജൻ എന്ന് വന്ന് കാണും. അപ്പോൾ ഹൈഡ്രജൻ, സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജനെ കടത്തിവിടുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് വനസ്പതി. അപ്പോൾ വനസ്പതി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം നിക്കലാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഉൾപ്രേരകങ്ങളുടെ പേര് പഠിച്ചു വെക്കുക. LD-ക്ക് ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൾപ്രേരകം സ്പോഞ്ചി അയൺ ആണ്. ഇനി അമോണിയയുടെ പ്രധാനപ്പെട്ട ലവണങ്ങളുടെ പേരുകളൊന്ന് പറഞ്ഞു പോകാം. പ്രധാനപ്പെട്ട ലവണങ്ങളുടെ പേരുകൾ: നവസാരം,
നവസാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്, നവസാരം എന്ന പേരിൽ അറിയപ്പെടുന്ന അമോണിയം സംയുക്തത്തിൻ്റെ പേര് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡാണ് നവസാരം. അപ്പോൾ നവസാരത്തിൻ്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സാൽ അമോണിയാക്ക്. കൊള്ളാം, നല്ലൊരു പേരില്ലേ, സാലമോണിയാക്ക്. സാലമോണിയാക്ക് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ്. അങ്ങനെയാണെങ്കിൽ സ്മെല്ലിംഗ് സാൾട്ട്, സ്മെല്ലിംഗ് സാൾട്ട് എന്ന് അറിയപ്പെടുന്ന പദാർത്ഥം, സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം അമോണിയം കാർബണേറ്റുമാണ്. പറഞ്ഞു വയ്ക്കൂ, നവസാരം അഥവാ സാലമോണിയാക്ക് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ്. അപ്പൊ സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്തു പറയാം, അമോണിയം കാർബണേറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു സംശയം വരുന്നു, ലിക്കർ അമോണിയ. എന്താണ് ലിക്കർ അമോണിയ എന്ന് പറയുന്നത്? അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പൊ അമോണിയ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് 3 രാസനാമങ്ങൾ വരിക. ഒന്ന് നവസാരം, അമോണിയം ക്ലോറൈഡ്, സ്മെല്ലിംഗ് സാൾട്ട്, അമോണിയം കാർബണേറ്റ്, ലിക്കർ അമോണിയ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ രണ്ടാമത്തെ സംയുക്തം അമോണിയയാണ്. ഓക്കെ, ഇനി നമുക്ക് അമോണിയയുടെ ചില സവിശേഷതകളിൽ പോകാം. ഏറ്റവും കൂടുതൽ ജലത്തിൽ ലയിക്കുന്ന വാതകം, ഏറ്റവും കൂടുതൽ ജലത്തിൽ ലയിക്കുന്ന വാതകം ചോദിച്ചാൽ അമോണിയയാണ്. അവിടെയും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷനകത്ത് ഒരാൾ കാണും, കാർബൺ ഡയോക്സൈഡ് കാണും. കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വന്നു, സോഡാ വാട്ടർ വന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ജലത്തിൽ ലയിക്കുന്ന വാതകം ചോദിച്ചാൽ അമോണിയ. ഇതിൻ്റെ ലേയത്വം അറിയുന്ന ടെസ്റ്റ്, ഇതിൻ്റെ സോലിബിലിറ്റി ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടൻ ടെസ്റ്റ് എന്ന് പറയും. ഫൗണ്ടൻ ടെസ്റ്റ്, FOUNTAIN, ജലധാര എന്ന് മലയാളത്തിൽ പറയും. ജലധാര പരീക്ഷണം നല്ലൊരു ചോദ്യമാണ്. ജലധാര പരീക്ഷണം ഇത് പഠിക്കുമ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു PSC ചോദ്യം നൈട്രേറ്റുകളെ തിരിച്ചറിയുന്ന ടെസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. നൈട്രേറ്റുകളെ തിരിച്ചറിയുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയും. നൈട്രേറ്റുകളെ തിരിച്ചറിയുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം 2 സംയുക്തങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. ജലവും പറഞ്ഞു, അമോണിയം പറഞ്ഞു. ഇനി നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഈ 2 സംയുക്തങ്ങൾ പഠിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ജനറൽ ക്വസ്റ്റ്യൻസും കൂടെ അതിലോട്ടൂടെ ഒന്ന് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. നിങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയ ഇതിൻ്റെ ലാബിൻ്റെ അതിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മുടെ ഖാദി ബോണ്ട് LDക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. നൈട്രജനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പയർ ചെടി, പയറിൻ്റെ വേര്, പയറിൻ്റെ വേരിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേര്. അപ്പോൾ എന്താണ് പയർ ചെടിയുടെ വേരിൽ ബാക്ടീരിയ വിളിക്കുന്ന പേരാണ് റൈസോബിയം എന്ന് പറയും. കഴിഞ്ഞ വർഷത്തെ ഖാദി ബോണ്ട് LD പരീക്ഷയ്ക്ക്, ലാബിൻ്റെ പരീക്ഷയ്ക്ക്, പഴയ PSC ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചതാണ്. പയർ ചെടിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് സംശയം വരുന്നു, പയറിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എന്താണ് പയർ എന്ന് പറയുന്നത്? പയറിൻ്റെ ശാസ്ത്രീയ നാമം പൈസം സറ്റൈവം. പയറിൻ്റെ ശാസ്ത്രീയ നാമം പൈസം സറ്റൈവം എന്ന് പറയും. മാംസ്യങ്ങളുടെ കലവറ, പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പയറിനകത്താണ്. അപ്പം മാംസ്യങ്ങളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? പയറാണ്. അപ്പോൾ മാംസ്യം അഥവാ പ്രോട്ടീനിൻ്റെ അടിസ്ഥാന ഘടകം, പ്രോട്ടീനിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അമിനോ ആസിഡ്. പഠിച്ചു വെക്കുക, പ്രോട്ടീനുകളുടെ കുറവ് മുഖേന ഉണ്ടാകും അതിൻ്റെ ബേസ് ഏതാണ്? അമിനോ ആസിഡ്. അപ്പം മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? അമിനോ ആസിഡ്. ഏറ്റവും സിംപ്ലസ്റ്റ്, ഏറ്റവും ലഘുവായിട്ടുള്ള അമിനോ ആസിഡിൻ്റെ പേരാണ് ഗ്ലൈസിൻ എന്ന് പറയും. ഇതൊക്കെ ഇനി ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്.
മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡാണ്. ഏറ്റവും ലഘുവായ അമിനോ ആസിഡിൻ്റെ പേര് ഗ്ലൈസീനാണ്, ഗ്ലൈസീൻ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ LDയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം മാംസ്യത്തിൻ്റെ പ്രോട്ടീനിൻ്റെ കുറവ് മുഖേനയുണ്ടാകുന്ന രോഗങ്ങളാണ് ചോദിച്ചത്. കഴിഞ്ഞ വർഷം LDക്ക് ചോദിച്ചത് അതാണ്. മാംസ്യത്തിൻ്റെ കുറവ് മുഖേനയുണ്ടാകുന്ന രോഗങ്ങളാണ്. ഒന്ന് മരാസ്മസ്, മറ്റൊന്ന് ക്വാഷിയോർക്കർ. ഓക്കെ, അപ്പം മാംസ്യത്തിൻ്റെ കുറവ് മുഖേനയുള്ള രോഗങ്ങൾ ചോദിച്ചാൽ മരാസ്മസും ക്വാഷിയോക്കർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ പയർ പഠിക്കുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നൈട്രേനുമായി കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ പയറിൽ കാണപ്പെടുന്ന ബാക്ടീരിയ റൈസോബിയമാണ്. പയറിൻ്റെ ശാസ്ത്രീയ നാമം പൈസം സറ്റീവമാണ്. മാംസ്യങ്ങളുടെ കലവറയാണ് പയറുവർഗം. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡാണ്. ഏറ്റവും ലഘുവായിട്ടുള്ള അമിനോ ആസിഡ് ഗ്ലൈസീനാണ്. മാംസ്യത്തിൻ്റെ കുറവ് മുഖേനയുള്ള രോഗങ്ങൾ മരാസ്മസും പിന്നെന്താണ് ക്വാഷിയോക്കറുമാണ്. ഓക്കെ, അടുത്ത ബാക്ടീരിയ പരിചയപ്പെടാം. പാല് തൈര് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാലിനെ തൈര് ആക്കി മാറ്റുന്ന ബാക്ടീരിയ പയറല്ലേ ഈ വർഷം ചോദിച്ചത്. അപ്പൊ ചോദിക്കാം, പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയയുടെ പേര് പറഞ്ഞു. ലാക്ടോബാസിലസ്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. പാല് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10th പ്രിലിമിനറി സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, പാല് ചൂടാക്കി അണുവിമുക്തമാക്കുന്ന പ്രക്രിയ എന്താണ്? പാസ്ചറൈസേഷൻ. ഇതാണ് LDയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരു ഹിന്റ് നമുക്ക് തന്നു. അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിൽ പാലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണും. അപ്പൊ പാലിലേക്കൊന്ന് ഇറങ്ങിപ്പോകാം. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. അപ്പൊ പാലിൽ കാണപ്പെടുന്ന പഞ്ചസാരയുടെ പേര് എന്ത് പറയാം? ലാക്ടോജൻ ആണോ? ലാക്ടോസ്. ഇതാണ് ലാക്ടോസ്, അതാണ് ലാക്ടോജൻ, ലാക്ടോസ്. അപ്പൊ പാലിൽ കാണപ്പെടുന്ന പഞ്ചസാര ലാക്ടോസ്. അടുത്തത് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പാലിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ മാംസ്യത്തിന്റെ പേര് കേസിൻ. പഠിച്ചു വെച്ചോണേ, കേസിൻ. ഇതാണ് പാലിന് വെളുത്ത നിറം നൽകുന്നത്. അപ്പൊ പാലിന് വെളുത്ത നിറം നൽകുന്ന പദാർത്ഥം കേസിൻ. അങ്ങനെയാണെങ്കിൽ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന പദാർത്ഥം റൈബോഫ്ലാവിൻ. പാലിന് ഇളം മഞ്ഞ നിറം പദാർത്ഥം ചോദിച്ചാൽ റൈബോഫ്ലാവിനാണ്. പഠിച്ചോണേ, റൈബോഫ്ലാവിൻ. അപ്പൊ പ്രോട്ടീന്റെ പേര് കേസീൻ, മഞ്ഞ നിറം നൽകുന്ന പദാർത്ഥം റൈബോഫ്ലാവിൻ, വെളുത്ത നിറം നൽകുന്ന പദാർത്ഥം കേസിനാണ്. ഇനി പാലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോജക്റ്റ് ഇൻറ്റോസിസ് പ്രൊജക്റ്റ്. പഠിച്ചു വെച്ചോണേ, ഇൻറ്റോസിസ് പ്രൊജക്റ്റ്. പാലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോജക്റ്റിന്റെ പേര് ഇൻറ്റോസിസ് പ്രൊജക്റ്റ്, മാട്ടുപ്പെട്ടി. അപ്പോൾ വേറൊരു പ്രോജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ വന്നല്ലേ, മത്സ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോജക്റ്റ്. കൊല്ലത്താണ്. മത്സ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോജക്റ്റിന്റെ പേര് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. അപ്പൊ പാലിന്റെ പ്രോജക്റ്റ് ഇൻഡോസിസ് പ്രോജക്റ്റ്, മത്സ്യത്തിന്റെ പ്രോജക്റ്റ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. ഓക്കെ, അടുത്തതാണ് ഇപ്പം നടന്ന ലാബിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന ബാക്ടീരിയ. മലിനജലത്തിലൂടെ, ഇന്നിപ്പോൾ കോൾഡ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ, മലിനജലത്തിലൂടെ കടക്കുന്ന നമ്മുടെ ശരീരത്തിൽ കടക്കുന്ന ബാക്ടീരിയയുടെ പേരാണ്, നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് ഈ കോളി. പഠിച്ചു വെച്ചോണേ, ഈ കോളി, എസ്തെരിഷ്യ കോളി. മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് ഈ കോളി. അങ്ങനെയാണെങ്കിൽ ടിന്നിലടച്ച ആഹാര സാധനങ്ങളിൽ ബോട്ടുലിസം എന്ന് പറയുന്ന പക്ഷി വിഷബാധ, ടിൻഡ് ഫുഡ്, ബോട്ടുലിസം എന്ന് പറയുന്ന ഭക്ഷ്യ വിഷബാധയുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം.
ബോട്ടുലിസം എന്ന് പറയുന്ന പക്ഷിവിഷബാധ ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയും. ക്ലിയറായ? ഇനി ഒരു പഴയ ചോദ്യം കൂടിയുണ്ട്. കടൽ ജലത്തിൽ നിന്നും എണ്ണ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. കടൽ ജലത്തിൽ നിന്നും എണ്ണ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ചോദിച്ചാൽ സൂപ്പർ ബഗ്ഗുകൾ. സൂപ്പർ ബഗ്ഗുകൾ എന്നും. കടൽ ജലത്തിൽ നിന്നും എണ്ണ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് എന്ന് പറയുന്നത് സൂപ്പർ ബഗ്ഗുകൾ എന്ന് പറയും. അപ്പോൾ ഈ സംയുക്തം മനസ്സിലായ? അപ്പോൾ നമ്മൾ ഇന്നിപ്പം പറഞ്ഞു ഇതിനകത്ത് വന്ന 2 കോമ്പൗണ്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ജലം, മറ്റൊന്ന് അമോണിയ. ജലവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു വേണം. അതൊക്കെ തന്നെ അമോണിയ പഠിക്കുമ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട് വരുന്ന ആ രോഗങ്ങൾ ബാക്ടീരിയല്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്തയിലേക്കൊന്ന് പോകാം. അപ്പം നമ്മളിപ്പോൾ 2 സംയുക്തങ്ങളുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ജലം പഠിച്ചു, മാർക്ക് കിട്ടുവേ. പിന്നെ പറഞ്ഞു നമ്മൾ അമോണിയ. ഇനി പ്രധാനപ്പെട്ട ഒരു സംയുക്തം ചില ടേംസുകളുമായി ബന്ധപ്പെട്ട് വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാ LD നിലവാരത്തിലുള്ള പരീക്ഷയും ചോദിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന 5-6 ടേംസുകളൊന്നും പഠിച്ചു വെക്കുക. അതിൽ ആദ്യത്തെ ടേംസാണ് ആൻറ്റി പൈററ്റിക്. ഇതൊക്കെ ഒരു മാർക്കാണ് എല്ലാ നിലവാരത്തിലും. ആൻറ്റി പൈററ്റിക് നമുക്ക് എന്താണ് ആൻറ്റി പൈററ്റിക്? അതായത് ചൂട് കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ചൂട് കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ആൻറ്റി. പക്ഷേ ഇപ്പം എക്സാമിന് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഉദാഹരണം പേര് രാസവസ്തു തന്നിട്ട് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആൻറ്റി പൈററ്റിക്കിനകത്ത് വരുന്നതാണ് പാരസെറ്റമോൾ എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നു, പാരസെറ്റമോൾ ഏത് വിഭാഗത്തിൽ വരുന്നു? ഏത് പറയാൻ നിങ്ങൾക്ക്? ആൻറ്റി പൈററ്റിക്. ഓക്കെ, അടുത്തത് കഴിഞ്ഞ വർഷം +2 കയറി ചോദിച്ചതാണ് ആസ്പിരിൻ. ഇതാണ് ചോദിച്ചത്, ആസ്പിരിൻ. അപ്പോൾ ആസ്പിരിൻ എന്ന് പറയുന്നത് വേദന കുറയ്ക്കുന്നത്. അപ്പോൾ ആസ്പിരിൻ ഏത് വിഭാഗത്തിൽ വരുന്നു? അനാൾജസിസ്. അപ്പോൾ ആസ്പിരിൻ എന്ന് പറയുന്നത് അനാൾജസിസ് ആണ്. അപ്പോൾ പാരസെറ്റമോൾ ആൻറ്റി പൈററ്റിക്. ഇപ്പോൾ +2 ചോദിച്ച ആസ്പിരിൻ അനാൾജസിസ് ആണ്. ആസ്പിരിൻ ഏതാണ്? അനാൾജസിസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം വരുന്നു, ആസ്പിരിൻ്റെ മറ്റൊരു പേരുണ്ട്, വണ്ടർ ഡ്രഗ് എന്ന് പറയും. ഇതൊക്കെ LDക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വണ്ടർ ഡ്രഗ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന പദാർത്ഥം ആസ്പിരിനാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോറോഫോം എന്ന് പറയുന്ന പദാർത്ഥം ബോധം കെടുത്തുവാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഏതിനകത്ത് വരും? അനസ്തെറ്റിക് എന്ന് പറയും. അടുത്ത കഴിഞ്ഞ വർഷം നടന്ന LDയുടെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് അടുത്തത്, ഡെറ്റോൾ. ഇതാണ് LDക്ക് കയറി മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഡെറ്റോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ്. അപ്പോൾ അതെന്തിനു പറയാം? ആ രോഗാണുക്കളെ നശിപ്പിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നതാണ് ഡെറ്റോൾ. ഇനി ഇപ്പോൾ നടന്ന ഖാദി ബോർഡിൻ്റെ LDക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നല്ലൊരു ചോദ്യമായിരുന്നു. ക്ലോറോഫെനിക്കോൾ. ഇപ്പം നടന്ന LDയുടെ ചോദ്യമാണ് ക്ലോറോഫെനിക്കോൾ. ഇതാണ് ഖാദി ബോർഡിൻ്റെ LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ക്ലോറോഫെനിക്കോൾ എന്തിന് ഉദാഹരണം? ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നതാണ് ക്ലോറോഫെനിക്കോൾ. ശ്രദ്ധിച്ചുപയോഗിച്ചില്ല എങ്കിൽ ഗുണങ്ങളെക്കാൾ ദോഷമാണ്. എന്നാൽ സോഡിയം സിട്രേറ്റ്, ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന പദാർത്ഥം, രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സിട്രേറ്റ് എന്തിന് ഉദാഹരണം? ആൻറ്റികൊയാഗുലൻറ്റിന് എക്സാമ്പിളാണ് സോഡിയം സിട്രേറ്റ്. പ്രീവിയസ് LDയുടെ ചോദ്യം ഹെപ്പാരിനാണ് ചോദിച്ചിട്ടുള്ളത്. ഹെപ്പാരിൻ ഇതെവിടെ കാണുന്ന കൊയാഗുലൻ്റാണ്. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ആൻറ്റികൊയാലിൻ്റെ പേരാണ് ഹെപ്പാരിൻ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഒറ്റ വാക്കുകൾ പഠിച്ചു വെച്ചോണം. അതേ കണക്ക് തന്നെ മറ്റു ചോദ്യം ഈ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് വരികയാണ്, അതൊക്കെ അറിയാവില്ലേ? അൻറ്റാസിൻ. അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്താണ്? അൻറ്റാസിൻ. ജലൂസിനൊക്കെ അതിന് എക്സാമ്പിളായിട്ട് വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒറ്റ വാക്കുകൾ പഠിച്ചു വെക്കുക. ആൻറ്റി പൈററ്റിക്, അനാൾജസിസ്, അനസ്തെറ്റിക്, ആൻറ്റിസെപ്റ്റിക്, ആൻറ്റിബയോട്ടിക്, ആൻറ്റികൊയാഗുലൻറ്റുകൾ. ഇപ്പോൾ മൂന്നാമത് പഠിച്ചു വെക്കേണ്ട സംയുക്തമാണ് ഇത്. ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം കിട്ടിയിരിക്കും. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ആ സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ആ 3 കോമ്പൗണ്ടുകളും നല്ലപോലെ പഠിച്ചു വെക്കുക.
ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? ജലം പഠിച്ചു വെക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ക്വസ്റ്റ്യൻസുകളെല്ലാം. പിന്നെന്താണ്? അമോണിയ പഠിക്കുമ്പോൾ ഓർക്കുക, ബാക്ടീരിയകൾ, ഞാൻ പറഞ്ഞ ബാക്ടീരിയയും അതിൻ്റെ ഡിവിഷൻസുകളെല്ലാം പഠിച്ചു വെക്കുക, അതുമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഒറ്റവാക്ക്. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ എക്സാമ്പിൾ തന്നിട്ട് എന്താണ് ചോദിക്കാം, അല്ലെങ്കിൽ ഉപയോഗം തന്നിട്ട് അതിൻ്റെ ഒറ്റവാക്ക് വരെ ചോദിച്ചു. ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: വേദന കുറയ്ക്കുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര്. അതിനകത്ത് ആസ്പിരിൻ കാണത്തില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് നോക്കണം? അനാൾജസിസ്. അങ്ങനെയും കണക്ട് ചെയ്താണ് നമുക്ക് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയില്ലേ? അപ്പോൾ ഈ ഭാഗങ്ങൾ നല്ലപോലെ നോക്കുക. സംയുക്തം എന്ന് പറയുന്ന ഭാഗം നല്ലതുപോലെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.